അപ്പോൾ നമ്മൾ കാശ്മീരെത്തി. കാശ്മീരിലേക്ക് വന്ന കാഴ്ചകൾ ജസ്റ്റ് ഒന്ന് കണ്ടുവരി. അതിന് ശേഷം സോനമർഗിൽ നമുക്ക് പോവാണ്. അപ്പോൾ നമ്മൾ നിങ്ങളെ കണ്ടുവരുമ്പോൾ നമ്മൾ സോനമർഗിൽ എത്തട്ടെ കേട്ടോ. ഓക്കെ, കാറ്റാടി പോലാകുതേ താളം പിടിക്കണം, ആസ്വദിക്കണം. കേരള മലബാർ മാപ്പിളപ്പാട്ടുകൾ. വാനം പാടിതോ ഉള്ളില്ലാമോദത്തിരകൾ ഉയരുമ്പോൾ മൗനം പാടുന്നു, മൗനം പാടുന്നു. സുന്ദരി പെൺമിഴിക്കോണിൽ നോക്കിരുന്നൊരു സുന്ദരി പറയുമോ പേരെന്താ? പറയൂ പറയൂ. അങ്ങനെ 12 മണിക്കൂറിന് ശേഷം ഡൽഹിയിൽ നിന്ന് നമ്മൾ നേരെ ജമ്മു തവിയിലെത്തി. ഇനി ഇവിടെയുള്ള കാഴ്ചകളാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഇന്ത്യയിലെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് പോകുന്നത് പോലെയല്ല ജമ്മുവിലേക്ക് നമ്മൾ പോകുമ്പോൾ. കാരണം നമ്മുടെ സിം കാർഡുകൾ വർക്ക് ചെയ്യില്ല. അപ്പോൾ നമ്മളിവിടെ എത്തുന്ന സമയത്ത് അത് വലിയൊരു വെല്ലുവിളിയാണ്. അപ്പോൾ നമ്മൾ വരുന്നതിന് മുന്നേ തന്നെ നമ്മുടെ സിം കാർഡുകൾ പോസ്റ്റ് പെയ്ഡ് ആക്കിയിട്ട് വരികയാണെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. കാരണം നമുക്ക് ഇവിടെ നിന്ന് കോൺടാക്ട് ചെയ്യാൻ പറ്റും. മറ്റേ സിം കാർഡുകളല്ലാതെ നമ്മൾ കോൺടാക്ട് ചെയ്യാൻ പറ്റാതെ ബുദ്ധിമുട്ടും. ഓക്കെ, അപ്പോൾ ജിയോ പോലത്തെ സിം അതേപോലെ തന്നെ എയർടെലൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററാണ്. അപ്പോൾ നമ്മൾ നേരെ ഇവിടുന്ന് നമ്മളെ കൂടെ വന്ന ആളുകളുടെ ലഗേജൊക്കെ എടുത്തുകൊണ്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിൽ പുറത്തിറങ്ങിയിട്ട് നമ്മൾ ബസ് ഉണ്ട് അവിടേക്ക് പോവാണ്. ഓക്കെ, ജമ്മു റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കഴിഞ്ഞാലേ ഭയങ്കര തിരക്കാവും. അതേപോലെ തന്നെ നമ്മൾ ഫസ്റ്റ് ടൈമൊക്കെ ജമ്മു തവിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്തൊരു സ്ഥലത്തേക്ക് വരുന്നതിൻ്റെ ഒരു റിസ്ക് ഉണ്ടല്ലോ, അതിലേറെ ഒന്നുകൂടെ ഫീൽ ചെയ്യും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ നെറ്റ്വർക്കിൻ്റെത്. അപ്പോൾ നമുക്ക് പക്ക വെൽ പ്ലാൻഡ് പരിപാടി ആയതുകൊണ്ട് നമ്മൾ നേരെ ഇനി ഇവിടുന്ന് റെയിൽവേ സ്റ്റേഷൻ്റെ പുറത്തേക്ക് ഇറങ്ങുന്നു. നേരെ നമ്മളെ ബസ് സ്റ്റാൻഡ് ഉണ്ടോ, അതൊക്കെയാണ് ബസ് സ്റ്റാൻഡ്. പടച്ചോനെ ആലോചിക്കും, ഭയങ്കര വൃത്തിഹീനാണ്. അപ്പോൾ നമ്മൾ നേരെ നമ്മൾ ബസ്സിലേക്ക് പോവാണ്. അങ്ങനെ നമ്മൾ ബസ്സിലെത്തി. ഇനി നമ്മൾ നേരെ ശ്രീനഗരത്തെ വീഡിയോ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കില്ലേ, ബാക്കി അതിൻ്റെ തുടർച്ച കാണാം. ഓക്കെ, അപ്പോൾ ഡൽഹിയിൽ നമ്മൾ വന്നത് നേരെ റെയിൽവേ സ്റ്റേഷനിലാണ്. അവിടെ നിന്ന് ഇനി നേരെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി പോകും കേട്ടോ. നല്ല ആലു പൊറാട്ടയും അതുപോലെ തന്നെ ഒരു ആലു കറിയും പിന്നെ ദഹിയാണ് നമ്മുടെ അടുത്തുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മളത് കഴിക്കുകയാണ്. നമ്മുടെ ഡ്രൈവറും നമ്മൾ ക്ലീനറും പിന്നെ നമ്മുടെ ഇബിനും നാസിമ് ഞാനും ഉണ്ട്. അപ്പോൾ കുറച്ച് ഡിലേ ആണ്. അപ്പോൾ നിങ്ങൾ എപ്പോൾ ഇവിടെ വരികയാണെങ്കിലും ഭക്ഷണം കഴിക്കുന്ന സമയത്ത് പെട്ടെന്ന് അത് ഓർഡർ ചെയ്യുക, കാരണം കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. ഇപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ ഇങ്ങനെ ഏകദേശം കഴിച്ച് കഴിയാറായി. ഇനി നമ്മൾ നേരെ കാശ്മീരിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാശ്മീരിലെത്തുമ്പോൾ എങ്ങനെയാണ് ഓരോ കാര്യങ്ങളും നമുക്ക് മനസ്സിലാവും. കാരണം നമ്മൾ ഇന്ത്യയിലെ മറ്റുള്ള സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന പോലെയല്ല കാശ്മീരിലേക്ക്. ഇവിടെയുള്ള വീടുകളുടെ ആർക്കിടെക്ചർ സാധനങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ നേരെ ബസ് നമ്മൾ കുറേ, അതായത് ഇപ്പോൾ നമ്മൾ കാശ്മീരിലെത്തി ഏകദേശം 5-6 മണിക്കൂറിന് ശേഷം നമ്മളിപ്പോൾ കാശ്മീരിലെത്തി. നമ്മളെ കൂടെ വന്ന ആളുകളൊക്കെ ജസ്റ്റ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. അതായത് കുറേ നേരം ബസ്സിൽ ഇരുന്നപ്പോഴേ. അപ്പോൾ നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കടുക് പാടങ്ങളാണ് ഈ മഞ്ഞ. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ കടുക് പാടങ്ങളിൽ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ നമ്മുടെ റൂമിലേക്ക് പോവുകയാണ്. കാരണം ഫാമിലി ആയതുകൊണ്ട് എല്ലാവർക്കും ആദ്യം തന്നെ റൂമിലെത്തി ഫ്രഷപ്പ് കാര്യങ്ങളൊക്കെ ചെയ്യണം. പോകുന്ന വഴിക്കിൽ കുറച്ച് പാട്ടും പരിപാടികളുണ്ട്. ഉല്ലാസപൂത്തിരികൾ
ശില്പം നീയല്ലേ ഞാനാണ് മണമുള്ള കണ്ണാടി കവിളത്ത് കാണുന്ന കസ്തൂരി വിതരോ വിൽക്കുവാൻ വെച്ചതോ ഏതാണ് രാജാത്തി നക്ഷത്ര അപ്പോൾ ഇതുവരെ നിങ്ങൾ കണ്ടത് ഇന്നലെ വരെ നമ്മൾ റൂമിലെത്തുന്നവരെയുള്ള വിഷ്വൽസ് ആണ്. ഇപ്പോൾ നമ്മൾ റൂമിലെത്തി. ഇന്ന് നമ്മുടെ പുതിയൊരു ദിവസം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ ഓക്കെ, ഇനി നമ്മൾ നേരെ സോനമർഗിലേക്ക് പോവാണ് കേട്ടോ. ഇന്നലെ ഞങ്ങൾ ട്രെയിനിൽ ഉറങ്ങിയില്ല. നമുക്ക് എടുത്തു തരുമ്പോ നമുക്ക് ഇന്നലെ മറ്റേ വീഡിയോസ് ഒക്കെ ഉണ്ടായി നല്ല ലേറ്റിംഗ് നമുക്ക് സന്തോഷകരം എടുത്തു തരും നമ്മുടെ പേജിലിടുമ്പോ പ്രൊമോഷനും അതല്ല ഇങ്ങക്ക് അതാകുമ്പോഴൊക്കെ ഓക്കെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടത് നമ്മൾ ജമ്മുവിലിറങ്ങി. ജമ്മുവിൽ നിന്ന് പിന്നെ നേരെ ശ്രീനഗർ എത്തി. ഇപ്പം നമ്മൾ നേരെ ഇന്ന് പോണത് സോനമർഗിലേക്കാണ്. ഓക്കെ, എങ്ങനെയുണ്ട് കാശ്മീർ വന്നിട്ടുള്ള അനുഭവം? എങ്ങനെയുണ്ട് അനുഭവങ്ങൾ? നമ്മൾ ആദ്യമായിട്ട് കാശ്മീരിൽ വരുന്നതാണ്. കാശ്മീർ കണ്ടിട്ട് വളരെ സന്തോഷപ്രദമായ മനസ്സിനൊരു ആത്മസംതൃപ്തി ഉണ്ടായിട്ടുണ്ട്. ഇത് കാണേണ്ടിയാണ്. പിന്നെ നമ്മളെ ഇതിൻ്റെ ട്രാവൽസുകാരുടെ നല്ല സഹകരണമുണ്ട്. അതിനൊരു വലിയ മെച്ചമാണ്. ഓക്കെ. അപ്പോൾ എങ്ങനെയുണ്ട്? ഇന്ത്യയിൽ ഇപ്പോൾ ഏകദേശം 13ഓളം സംസ്ഥാനങ്ങൾ ട്രാവൽ ചെയ്ത് വന്നാണ്. അപ്പോൾ കാശ്മീർ എത്തിയപ്പോൾ എന്തൊക്കെ ഫീലാണ്, മാറ്റങ്ങൾ വന്ന് തോന്നിയത്? കാശ്മീർ നമ്മൾ വരാനുള്ള കാരണം ഒന്നാമത് തണുപ്പ്, മഞ്ഞ്, ഇതൊക്കെ പ്രതീക്ഷിച്ചിട്ടാണ് വരുന്നത്. ഓട്ടോമാറ്റിക്കലി ഇപ്പോൾ നമുക്ക് നല്ലൊരു കാലാവസ്ഥയാണ്. കാരണം ഏതൊരു വ്യക്തിക്കും താങ്ങാൻ പറ്റുന്നൊരു കാലാവസ്ഥയാണ് ഉള്ളത്. ഫസ്റ്റ് ഡേ ആണെന്ന്. അപ്പോൾ എക്സൈറ്റിങ്ങിലാണ്. ബാക്കിയുള്ളത് നമുക്ക് പിന്നീട് നോക്കാം. അതെ. അപ്പോൾ ഈ ഇരു സൈഡുകളിൽ കാണുന്നത് ഡാൽ ലേക്കിൻ്റെ ഭാഗങ്ങളാണ്. ഓക്കെ, ഡാൽ ലേക്ക്, ഡാൽ തടാകം. ഓക്കെ, അതായത് ആ ഓടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ, അതാണ് ശിക്കാരകൾ. ചെറിയ ശിക്കാരകളുണ്ടോ, തോണികൾ. ശിക്കാരതല്ല, അത് തോണികളാണ്. പിന്നെ അപ്പുറത്തെ ആ സൈഡിൽ നിർത്തിയിട്ടതാണ് ഹൗസ് ബോട്ടുകൾ. നമ്മളെ കേരളത്തിലെ പോലെ ഹൗസ് ബോട്ടുകൾ, ആലപ്പുഴ പോലെ അതാണ് ശിക്കാര. അവിടെ നമ്മൾ പോകും ഡാലിലേക്ക് ലാസ്റ്റ് ഡേ. അപ്പോൾ ഈ അത് ലാസ്റ്റ് ഡേ ശിക്കാര റൈഡ് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ നമ്മുടെ നാട്ടിലെ ആലപ്പുഴത്തെ പോലെ മൂവബിൾ അല്ല, അതായത് ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുന്ന ഹൗസ് ബോട്ടുകളാണ്. ഓക്കെ, കാശ്മീർ വന്നപ്പോൾ എങ്ങനെയുണ്ട്? ഫസ്റ്റ് 2 വാക്കുകൾ സംസാരിക്കും. ഫസ്റ്റ് വന്നപ്പോൾ എന്നുള്ള ശ്രീനഗറിലല്ല എത്തുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് നിൽക്കാൻ പറ്റുന്ന തണുപ്പും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. ഇനി ഇവിടെ നിന്നുള്ള മുന്നോട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഏറെക്കുറെ അൽഹംദുലില്ലാ ഹൈർ, കുഴപ്പമൊന്നുമില്ല. അടിപൊളി 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 സെറ്റാണ്. मुझे बहुत अच्छा लगा. इसकी सर्दी हमको सहन पाती है, लेकिन हम सोनमर्ग में जाएंगे. दिस इज माय फर्स्ट एक्सपीरियंस. आई एम वेरी एक्साइटिंग and so my baby is very very exciting. ഹിന്ദി സീരിയൽ കണ്ടോളൂ, ഇതേപോലെ ഹിന്ദി പറയാം 2 വാക്കിൽ. കാശ്മീരിൽ നിന്ന് ഇങ്ങോട്ട് ശ്രീനഗറിലേക്കുള്ള യാത്ര വളരെ നല്ല എൻജോയ് ആയിരുന്നു. കടുക് പാടങ്ങൾ, പിന്നെ ഈ പറഞ്ഞ പോലെ ക്രിക്കറ്റ് ബാറ്റിൻ്റെ ഫാക്ടറികൾ, അതിൻ്റെ പ്രൊഡക്ഷൻ സംഭവങ്ങളൊക്കെ യാത്രയിൽ കുറേ ആസ്വദിക്കാൻ പറ്റി. കുറേ പുതിയ പുതിയ കാര്യങ്ങൾ കാണാനും, പിന്നെ മലകളിൽ മഞ്ഞ് വീണ് കിടക്കുന്ന ദൂരെ കാഴ്ചകളൊക്കെ വളരെ നല്ല ഫീലായിരുന്നു. കാശ്മീരിലെ കാഴ്ചകളെ പറ്റിയിട്ടാണ് പറയാൻ. അടിപൊളിയായിരുന്നു. ഭയങ്കര കണ്ണിന് കുളിർമയേകുന്ന കാഴ്ചകളായിരുന്നു. സൂപ്പർ സർവീസ്. നല്ല കോർഡിനേഷനാണ്, നല്ല ഗൈഡിങ്സ് ആണ്.
ഓക്കെ, റൺതീസി രണ്ട് വാക്ക്. രണ്ട് വാക്ക്. മഞ്ഞും പൂക്കളും കാണാൻ എക്സൈറ്റഡ് ആണ്. കാശ്മീർ വിചാരിച്ച പോലെ തന്നെ അടിപൊളി വൈബാണ്. അപ്പോൾ നമ്മളൊരു 4 വർഷം മുന്നത്തെ ഒരു വാഫിയോടെ ഉണ്ട്. വാഫിനോട് ചോദിക്കാം. എന്താ സന്തോഷം, കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്നതാണ് സന്തോഷം. പ്രധാനമായിട്ടും നമ്മളെല്ലാവരും പുറത്ത് പറയണ പോലെ ഭയങ്കര പറുദീസയാണ്, പക്ഷേ ഒരു സൈഡ് വളരെ മോശമാണ്. അൽഹംദുലില്ലാ റാഹത്താണ്. അതായത് അതാണ് റിയാലിറ്റി. നമ്മൾ വാഴ്ത്തപ്പെടുന്ന കശ്മീരിൻ്റെ മനോഹരമായിട്ടുള്ള സാധനങ്ങൾക്ക് ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളെന്ന പോലെ ഇന്ത്യക്ക് 2-3 ഭാഗങ്ങളുണ്ട്. അത് കാഴ്ചകൾക്ക് മാത്രമല്ല, സാമ്പത്തിക ശേഷിയുള്ളതും അതുപോലെ തന്നെ കാഴ്ചകൾക്കുള്ള ടൂറിസ്റ്റുകൾക്കുള്ള സംഭവങ്ങളും എല്ലാ സാധനങ്ങളും എൻറ്റയർലി ഇതാണ്. അപ്പോൾ അതാണ് എൻ്റെ റിയാലിറ്റി. ബാക്കി എന്താ അടിപൊളിയാണ്, സൂപ്പറാണ്. ഇതാണ് നമ്മളെ പാട്ടടിയില്ലേ, കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, മറ്റേ നമ്മളെ അന്താശ്ശേരി. ഞാനിപ്പോൾ കാശ്മീരിൽ സെക്കൻഡ് ടൈമാണ്. ബട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണെങ്കിൽ ഇന്ത്യയിലെ വൺ ഓഫ് ദ ഫൈനസ്റ്റ് ടൂറിസ്റ്റ് പ്ലേസ് കശ്മീറായിട്ട് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണ്. ഷഫീഖ് പറഞ്ഞ പോലെ തന്നെ കശ്മീരിന് 2-3 ഭാഗങ്ങളുണ്ട്. അതിലൊന്ന് ടൂറിസമാണ്, മറ്റ് എക്കണോമിക് അതേപരമായിട്ടുള്ള വിഷയങ്ങൾ വേറെ. ബട്ട് പേഴ്സണൽ ചോയ്സ് പറയുകയാണെങ്കിൽ കാശ്മീർ ഈസ് ഫൈനസ്റ്റ്. പിന്നെ നമ്മളെ പാക്കേജിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അടിപൊളി, നൈസ് ഗൈഡൻസ്, അവരെ ഈ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. അടിപൊളി. അടിപൊളിയാണ്. അടുത്തതായി നിങ്ങളേവരും കാത്തിരുന്ന പാണ്ടിക്കാട്ടുകാരുടെ ഫൈറൂസ് ഖാൻ ഇന്ത്യ ഒട്ടാകെ ട്രാവൽ ചെയ്തൊരു വ്യക്തിയാണ്. അത് ആ ഒരു വിഷയം നമ്മളിപ്പോഴാണത്. അദ്ദേഹം ഡൽഹിയിൽ 2-3 വർഷങ്ങൾ ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹം UP ഉണ്ടായിട്ടുണ്ട്, ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ഇങ്ങോട്ട് നില പറഞ്ഞാണ്. ആ യാത്രക്കിടയിലാണ് എൻ്റെ പേരെന്താ റിസ്വാനെ കണ്ടുമുട്ടുന്നത് അല്ലേ? ഞാൻ കാശ്മീരിൽ ഫസ്റ്റ് ടൈമാണ്. പിന്നെ നമ്മൾ റീൽ കാണുമ്പോൾ നല്ല അതിന് വേറെ വശം കൂടി ഉണ്ട് ഇപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായി. നമ്മൾ ആ റീൽ കാണുമ്പോൾ ഒരു മഞ്ഞും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുള്ളൂ, പക്ഷെ ഇതിൻ്റെ കുഴപ്പമില്ല, അടിപൊളിയാണ്, സൂപ്പറാണ്. പിന്നെ നമ്മുടെ റൂമുകൾ, ഫുഡ്, ടോട്ടൽ വോയേജർ ഗ്രാം എങ്ങനെയുണ്ട്? സൂപ്പറാണ്. പിന്നെ നമ്മൾ ഷെഫീഖിൻ്റെ കൂടെ വന്നിട്ടുണ്ട്, പിന്നെ വൈജിഗ്രാമിൻ്റെ കൂടെ വന്നിട്ടില്ല. അതിന് കൂടെ പറയാനൊന്നുമില്ല, സെറ്റാണ്, എല്ലാം കണ്ടറിഞ്ഞ് ചെയ്തിരുന്നുണ്ട്, ഹാപ്പിയാണ്. അടുത്തതായി നിങ്ങൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ട ആ സിംഗർ ഇവിടെയുണ്ട്. ഓക്കെ, 2 വരി പാടിക്കൊണ്ട് അവർ ആദ്യം നമ്മൾ കുട്ടികളിലേക്ക് പോകാം. സൂപ്പറാണ്. കാശ്മീരിൽ നല്ല തണുപ്പുണ്ട്. ഒന്നും പറയാനില്ല, അടിപൊളി ടൂറാണ്. ഇപ്പോൾ വോജഗ്രാമിൻ്റെ ഒപ്പം വന്നതിന് ശേഷം നമ്മൾ ഒറ്റക്കാണ് വന്നതെങ്കിൽ നമുക്ക് ഇവിടെ ഉള്ള കാര്യങ്ങളൊന്നും അറിയാൻ പറ്റില്ല. ഓലൊപ്പം വന്നതിന് ശേഷം ഒരു കുറേ പറഞ്ഞു തന്നു, അപ്പോൾ നമുക്കെല്ലാം മനസ്സിലായി. അപ്പോൾ അടിപൊളിയാണ് കേട്ടോ. പാട്ടില്ല ഞാൻ പറയാം, ഇതുവരെ സെറ്റ് അടിപൊളി, നന്നായി എൻജോയ് ചെയ്ത്. ഇനി ബെഡാണ്, ഇനി മഞ്ഞ് കാണാൻ പോണ അതിൻ്റെ എക്സൈറ്റ്മെന്റ്. നല്ല രസമുണ്ടായിരുന്നു, അടിപൊളിയായിരുന്നു ടൂറൊക്കെ. ഇനിയിപ്പോൾ മഞ്ഞ് പോവാണ്, കാശ്മീരൊക്കെ ആദ്യമായിട്ട് തന്നെ അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ നേരെ ഇനി സോനമർഗിലേക്ക് പോവാണ്. ഇതിൻ്റെ തുടർച്ച അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, നാസിബ് 2 വരി പാടുമോ? നാസിബ് 2 വരി പാടിയിട്ട് വീഡിയോ അവസാനിപ്പിക്കും. ഓ ഖുദായാ ലോട്ടാ ദേ കശ്മീർ ദോബാര. അങ്ങനെ നമ്മൾ പോയി ഗന്ദർബലിലൂടെ പോയിക്കൊണ്ടിരിക്കും. ഗന്ദർബൽ ജില്ലയുണ്ടോ. ഇനി നമുക്കിവിടെ സോനമർഗിലേക്ക് വിടുന്ന ഏകദേശം ഒരു 50 കിലോമീറ്റർ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് പോകുന്നതിൽ കുറച്ച് ഫ്രൂട്ട്സും സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊരു കടയിൽ നിർത്തി. ധൈര്യമായിട്ട് കഴിക്കാം. എന്താ അറിയോ, ഫുഡ് പോയ്സൺ ഉണ്ടാവൂല, മസാലല്ലോ, ഫ്രൂട്ട്സ് ധൈര്യമായിട്ട് കഴിച്ചോളി.
മാക്സിമം ഫ്രൂട്ട്സ് തന്നെ കഴിക്കാൻ പറ്റുമോ ഓലിക്ക് നല്ലതാണ്. നല്ല വെള്ളമുള്ളതുകൊണ്ട് നല്ല ഹൈഡ്രേറ്റ് ആവും അല്ലേ? ഹൈഡ്രേറ്റ് ആവും, ഒരു രക്ഷയില്ല. ഇത് വില നോക്കേണ്ട സാധനം കഴിച്ചോളൂ. പഴം വാങ്ങിയോ? പഴം വാങ്ങി 10 വാങ്ങി. പഴം എത്ര? പഴം അവര് ഫുള്ളിന് 100 പറഞ്ഞ് നമ്മള് പകുതി എടുത്ത് 50 രൂപ അല്ലേ? ഇങ്ങനെ ഡസനാ വരുന്നേ? അത് എണ്ണത്തിനാണ്, തൂക്കത്തിനല്ല. പഴം ഇവിടെ വരുന്ന എണ്ണത്തിനാണ്. 10 തൂക്കത്തിനാണ്. മാങ്ങ തൂക്കത്തിനാണ്. ഈ മാങ്ങക്ക് ഒന്നിന് 40 രൂപ. മുറിക്കണ്ട, ചിന്തിക്കണ്ട. കിട്ടുമ്പോ വാങ്ങിക്കോളി, തോന്നുമ്പോ കിട്ടൂല. പഴം ഒരു രക്ഷയില്ല, നല്ല മധുരമുള്ള പഴം, നല്ല മധുരം. മാങ്ങ വില കൂടുതലാന്നുള്ളൂ. ഒരു മാങ്ങ 40 രൂപ. പിന്നെ 10 വട്ടം ഷെഫീഖിനെ കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ. എല്ലാം പൊട്ടും, കജും പൊട്ടും കാലും പൊട്ടും, കജ്ജും പൊട്ടും കാലും പൊട്ടും എല്ലാം പൊട്ടും. വട്ടൊക്കെ കെട്ടി എല്ലാവർക്കും നമ്മള് ബസ്, ഇതാണ് നമ്മളെ ബസ്. ഇതിലൊരു ചെറിയ ബക്കറ്റ് ഉണ്ടെങ്കിലേ മുറിച്ചിട്ടിട്ട് കുറച്ച് പഞ്ചസാര കൂടി ഇട്ടിട്ടുണ്ടല്ലോ, അടിപൊളിയായിരിക്കും. കൂടെ വെച്ചിട്ടില്ലേ? കുറച്ച് പാല്, പിന്നെ മുറിക്കണ്ടല്ലോ. മൊഹബത്ത് खराब है. അല്ല ഇവിടെ കച്ചവടം തുടങ്ങണോ? കിട്ടുമ്പോ വാങ്ങിക്കോളി, തോന്നുമ്പോ കിട്ടൂല. കിട്ടുമ്പോ വാങ്ങിക്കോളി, തോന്നുമ്പോ കിട്ടൂല. അപ്പൊ നമ്മള് പോകുന്നതിനിടയിൽ കയറിയതാണ്. പിന്നെ നിങ്ങൾക്ക് ഷൂ ചെരുപ്പൊക്കെ അല്ലേ? നമുക്കില്ലേ? കിഴങ്ങാണിത്, കിഴങ്ങ് പൊരിച്ചത്. क्या बोलते भैया? नमकीन. ചായന്റെ കൂടെ കഴിക്കുക. इसका कितना? 50 രൂപ 250 ഗ്രാമിന്. പിന്നെ സമൂസ ഉണ്ട്, അതേപോലെ തന്നെ ഇതൊക്കെ കിഴങ്ങാണ്. ഇത് കിഴങ്ങ്, കടല, പൂണ്ട് കടല, മുട്ട. അത് മധുരമാണ്, പാലിന്റെ കൂടെ കഴിക്കുന്ന സാധനം. ഇതിന് മിക്സ് ചെയ്തിട്ടുണ്ടോ നിങ്ങള്? ഇതൊന്നും കഴിക്കാണ്ടിരിക്കാനല്ലോ. സംഭവം കഴിഞ്ഞാൽ കാണാൻ നല്ല രസമാണ്. നമ്മൾ യാത്രയിലാവുമ്പോഴേ എണ്ണയും കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ എണ്ണയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്താ വെച്ചാൽ ചിലപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ ലൂസ് മോഷൻ സാധനങ്ങളൊക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ മേ ബി, അല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സെറ്റായിട്ട് കഴിക്കാം. അപ്പം നമ്മൾ നേരെ ബസ്സിലേക്ക് കയറാം കേട്ടോ. ഓക്കെ, സോനമാർഗിന്റെ ബ്യൂട്ടി നോക്കി മുകളിൽ. അപ്പോൾ നമ്മൾ അത് കാണാൻ വേണ്ടിയിട്ട് പോകണം. അപ്പോൾ നമ്മുടെ കൂടെ എല്ലാവരും ജസ്റ്റ് പാട്ടും പരിപാടിയൊക്കെ ഇങ്ങനെ പോവാണ്. ഇത് ആരിഫ്, അതുപോലെ തന്നെ നമ്മളെ ജയമോളും സിയമോളും എല്ലാവരും ഇവിടെ ഉണ്ട്. ചിഞ്ചു ഇതാക്കണ്, അതേപോലെ തന്നെ ഒക്കെ നമ്മളെ കുട്ടികളാണ്. ഒക്കെ നമ്മളെ ഐഷുമുണ്ട്, അതുപോലെ തന്നെ നമ്മുടെ ഫൈറൂസ്ക, എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സോനമാർഗിലേക്കാണ് പോകുന്നത്. അപ്പോൾ സോനമാർഗിലേക്ക് ആയതുകൊണ്ട് തന്നെ തണുപ്പുള്ള ഏരിയ ആണ് നമ്മൾ പ്രതീക്ഷിച്ച് പോകുന്നത്. അത്യാവശ്യം നല്ല രീതിയിലുള്ള മഞ്ഞും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ഗ്രീനറി ഉണ്ട് എല്ലാ സ്ഥലങ്ങളിലും. നമ്മൾ പോകുന്ന വഴിയിൽ ഒരു 5.5 കിലോമീറ്ററിൻ്റെ ഒരു പുതിയ ടണൽ വന്നിട്ടുണ്ട്. ആ ടണലിലേക്കാണ് നമ്മൾ കയറാൻ പോണത്. അതെ, ഇതാണ് ആ ടണൽ. അപ്പോൾ ഈ ടണലിൻ്റെ 5.5 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ സോനമാർഗിലേക്കാണ് എത്തുന്നത്. എത്തുമ്പോൾ നമുക്കിന് ബാക്കി കാഴ്ചകൾ കാണാം. എല്ലാവരും കണ്ണടിച്ചിട്ടോ, പറയുമ്പോ മാത്രം തുറന്നാ മതിട്ടോ. ഇത് കാണണ്ടേ ഞങ്ങൾക്ക്? തുറക്കരുത്, കള്ളക്കളി ഇല്ലട്ടോ. ആരാ ഒരു കണ്ണൊക്കെ വെല്ലങ്ങ് തുറന്നു നോക്കണ്ടേ? കണ്ണ് മറക്കണ്ടേ? 1
വലത്തെ ഭാഗത്തേക്ക് നോക്ക് നിങ്ങളെ ബാങ്കിൽ എന്താ സ്ഥിതി? അങ്ങനെ നമ്മള് ഇപ്പോ സോനമർഗിലെത്തി. ഇവള് ലഡാക്കിലെത്തി. അതിവിടെ വരുന്ന സമയത്തേ എല്ലാ സമയത്തും നമ്മൾ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിക്കും റേറ്റും കാര്യങ്ങളും. അതിനെക്കുറിച്ച് വണ്ടിമൊക്കെ ഇടന്നിട്ട് പറഞ്ഞു. അങ്ങനെ നമ്മള് സോനമർഗിൽ നിന്ന് ഇനി നേരെ ബാൾട്ടനിലേക്ക് പോവാണ്. അവിടേക്ക് ഏകദേശം 15 കിലോമീറ്റർ ഉണ്ട്. നമ്മുടെ അഡീഷണൽ വണ്ടി എടുത്തിട്ടാണ് പോണത്. ഓയ് 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 അപ്പൊ നമ്മള് ഇവിടുന്ന് നേരെ വണ്ടി 3 വണ്ടിക്ക് ഏകദേശം 11,000 റുപ്യാണ്. അത് ബാർഗെയിൻ അനുസരിച്ച് കുറയും. 2,500, 2,000, 3,000 കിട്ടും. ഇപ്പോൾ ഭയങ്കര ഡിമാൻഡഡ് ആയതുകൊണ്ട് സീസൺ ആയതുകൊണ്ട് നല്ല റേറ്റാണ്. 11,000 റുപ്യക്കാണ് 3 വണ്ടി ബുക്ക് ചെയ്ത്. നമ്മൾ നേരെ പോവാണ് മോൾക്ക്. ബാക്കി അവിടെ എത്തിയുള്ള കാഴ്ചയിലാണ്. ഓക്കെ, അങ്ങനെ നമ്മളിപ്പോൾ വണ്ടി ഇവിടെ നിർത്തി. മക്കളെ നോക്കി എന്താ ബ്യൂട്ടി. ഇതൊക്കെ പാറ കഷ്ണല്ലോ, മഞ്ഞുരുകിയതാണ്. മഞ്ഞാണ് ഇതൊക്കെ. അത് നമ്മൾ സോജില പാസിലേക്ക് പോകുന്ന വഴിയിലാണ് ബാൾട്ടൽ. സോനമർഗിന് ഏകദേശം 15 കിലോമീറ്റർ. വൺസിന് ടോട്ടൽ അപ്പ് ആൻഡ് ഡൗൺ ഏകദേശം 36 കിലോമീറ്റർ വരും. ഫുള്ള് മഞ്ഞാട്ടാ. വണ്ടി കയറിക്കോളി. മഞ്ഞിന്റെ ഇതാണ്ടോ ഫോട്ടോ എടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പം മേലെ കയറട്ടെ. നിങ്ങൾ മൂന്നാൾ. അങ്ങനെ നമ്മള് ബാൾട്ടലിൽ എത്തിട്ടോ. നമ്മൾക്ക് വണ്ടി കടത്തി വിടൂല, മഞ്ഞ് കുറവാപ്പോഴും. ഇവിടെ പോലീസുകാർ നിൽക്കുന്നുണ്ടോ? ബാക്കിൽ പോലീസുകാരുണ്ട്. വണ്ടി അവിടെ കയറൂല. എന്തായാലും ബസ്സിൽ നിൽക്കണം. പോയി അവിടെ ഞങ്ങൾ പഴവും അതാണ് ബെറ്റർ ഓപ്ഷൻ. അതെന്താണ് ഓയ് അവിടെ അവിടെ ഒന്നും മഞ്ഞില്ല. കട്ടായി സോനമർഗത്തെ അവസ്ഥയാണ്. അപ്പൊ നമ്മള് പൊട്ടിക്കോ ഓക്കല്ല. അങ്ങനെ പൊട്ടിച്ചാൽ മതി. എങ്ങനെ ആക്കാം? ഇതിങ്ങനെ എടുക്കുക. ഇങ്ങനെ എടുക്കോക്കി. അപ്പോ അങ്ങനെ കുറച്ച് സ്ഥലങ്ങളിൽ മഞ്ഞ് ഭയങ്കര തണുപ്പുണ്ട്. മെല്ലെ പിടിച്ചിറങ്ങിയാ മതിയേ. ആ ഷർമു പോട്ടെ. സെറിക്കോ 2 വാക്ക് സംസാരിക്കോ. എന്താ പാടി? മഞ്ഞാങ്ങനെ അങ്ങോട്ട് പോവരി. ഓയ് ഓയ് എന്താ ഓയ്
അങ്ങനെ നമ്മൾ മഞ്ഞിലെത്തിയേ. സോനമർഗില് അത് അടുത്ത മാസമൊക്കെ വരുന്ന ആൾക്കാർക്ക് മഞ്ഞുണ്ടാവോ എന്നില്ല, അറിയില്ല. ഇപ്പൊ നിലവിലുണ്ട്. ഭയങ്കര മഞ്ഞൊന്നുമില്ലട്ടോ, ആ സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെയാണ്. അങ്ങനെ നമ്മൾ മഞ്ഞിലെത്തിയേ. സോനമർഗില് അത് അടുത്ത മാസമൊക്കെ വരുന്ന ആൾക്കാർക്ക് മഞ്ഞുണ്ടാവോ എന്നില്ല, അറിയില്ല. ഇപ്പൊ നിലവിലുണ്ട്. ഭയങ്കര മഞ്ഞൊന്നുമില്ലട്ടോ, ആ സ്ഥലങ്ങളിലൊക്കെ ഇതേപോലെയാണ്. ഓടിക്കോ. ആ മേലൊക്കെ എത്തിക്കോട്ടെ. നമ്മളെ ബാക്കിയുള്ള ആൾക്കാരൊക്കെ വരുന്നുണ്ട്, ഒക്കെ മുകളിലാണ്. അവരൊക്കെ അവിടെ നടന്നു വരുന്നുണ്ട് കേട്ടോ. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. ഓക്കെ, നമ്മള് ഇനി ഇവിടുന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ട് നേരെ തിരിച്ച് റൂമിലേക്ക് പോകും. നാളെ ഗുൽമർഗത്ത് കാഴ്ച കാണാം. ഓക്കെ, ബൈ.